പല ഉമ്മമാരും സഹോദരിമാരും ഒരു സങ്കടം പറഞ്ഞൊരു വിഷയമാണ് ഉസ്താദെ, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഭർത്താവിന് മറ്റ് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എപ്പോഴും എന്നോട് ദേഷ്യമാണ്, വഴക്കാണ്, എന്നെയും മക്കളെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഇനി ഗൾഫിലുള്ള ചില ഭർത്താക്കന്മാർ പറ്റി പറഞ്ഞത് അവര് വിളിക്കുക തന്നെയില്ല, ഒന്ന് വിളിച്ചന്വേഷിക്കുക ഇല്ല. ചിലര് വീട് വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസം കഴിഞ്ഞായിരിക്കും തിരിച്ചു വരിക, ഒരു പരിഗണനയുമില്ല. ഇങ്ങനെ തുടങ്ങി അവഗണനയും അതുപോലെ പ്രയാസവും ഒക്കെയാണ് ജീവിതത്തിൽ. ഒരു സ്നേഹമില്ല, ഒരു റാഹത്തില്ലാത്തൊരു ജീവിതമാണ്, സമാധാനമില്ലാത്തൊരു ജീവിതമാണ്. എന്തെങ്കിലും ഒരു പരിഹാര മാർഗമുണ്ടോ? ഇതൊന്ന് പരിഹരിച്ച് കിട്ടാൻ വല്ല മാർഗങ്ങളും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മുഅ്മിനാത്തുകൾ മെസ്സേജ് അയച്ചവരുണ്ട്, സങ്കടം പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാനൊരു ദുആ പറഞ്ഞുതരാം, ഒരു ചെറിയൊരു ദുആ. ഈ ദുആ ജീവിതത്തിൽ പതിവാക്കുന്നവരാണെങ്കിൽ ആ ഉമ്മമാര്, സഹോദരിമാര് അവരുടെ ഭർത്താക്കന്മാർ വളരെയധികം സ്നേഹിക്കുകയും ഇതുവരെ സ്നേഹമില്ലാതിരുന്ന ഭർത്താവാണെങ്കിൽ, അതായത് ഇതുവരെ പരിഗണിക്കാതിരുന്ന ഭർത്താവാണെങ്കിൽ അയാൾ ഇങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിക്കുകയും നിങ്ങളെ പരിഗണിക്കുകയും ചെയ്യുന്നൊരു ദുആ. ഇനി സ്നേഹമുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ ആ സ്നേഹം അധികരിക്കാനും നിങ്ങൾക്ക് കൂടുതൽ പരിഗണന കിട്ടാനും കാരണമാകുന്ന ഒരു ചെറിയ ദുആ ഇൻഷാ അല്ലാഹ് ഇന്ന് പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കേൾക്കുക, വളരെ പെട്ടെന്ന് നമുക്ക് പറയാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ-അദ്കാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ, എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു തരട്ടെ, അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും ഹാസിലാക്കി തരട്ടെ. സുദീർഘമായി പറയല്ല, പല മുഅ്മിനാത്തുകളും എന്നോട് വിഷമം പറഞ്ഞൊരു വിഷയമാണ് ഉസ്താദ്, ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളത്. ഭർത്താവിന്റെ സ്നേഹം ലഭിക്കുന്നില്ല. പല കാരണങ്ങളും പറഞ്ഞു, പല കാരണങ്ങളും. ഇപ്പോൾ എല്ലാം കൂടെ ഞാനിപ്പോൾ പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പറ്റാത്തത് കൊണ്ടാണ്. ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് സങ്കടം പറഞ്ഞ ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ ഉള്ളൊരു പരിഹാര മാർഗം ആണ് ഇന്നത്തെ വീഡിയോ. ഇനി ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, കൂടെയുണ്ട്, ഓക്കെ. എന്നാൽ അവരുടെ കൂടുതൽ പരിഗണന കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ഭർത്താവിന്റെ സ്നേഹത്തിലാണല്ലോ ഭാര്യയുടെ സൗന്ദര്യമുള്ളത്, ഭർത്താവിന്റെ സ്നേഹത്തിലാണോ ഭാര്യയ്ക്ക് സമാധാനമുള്ളത്, ഭർത്താവിന്റെ സ്നേഹത്തിലാണല്ലോ ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പുള്ളത്. അപ്പൊ ഇങ്ങനെ തുടങ്ങിയിട്ട് നമുക്ക് ആവശ്യമാണ് ഭർത്താവിന്റെ സ്നേഹം, അതുപോലെ തന്നെ ഭാര്യയുടെ സ്നേഹവും ആവശ്യമാണ്, അല്ലേ? ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഒരു സഹോദരിക്ക്, ഒരു ഉമ്മയ്ക്ക് എങ്ങനെയാണ് തൻ്റെ ഭർത്താവിനെ തന്നോട് സ്നേഹമുള്ള ആളാക്കി മാറ്റാൻ പറ്റുക, എങ്ങനെയാണ് തന്നോട് മഹബത്തുള്ള, അനുകമ്പയുള്ള, തന്നെ വിലമതിക്കുന്ന ഒരു ഭർത്താവാക്കി മാറ്റാൻ പറ്റുക. താൻ പറയുന്നത് കേൾക്കുക എന്ന് പറഞ്ഞാൽ താൻ പറയുന്നത് പോലെ ഈ ഇങ്ങോട്ട് ചാടടാ കുരങ്ങാന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചാടുന്നത് പോലെ അങ്ങനല്ല, കളിപ്പാവയാക്കാന്നല്ല, മറിച്ച് തന്നെ പരിഗണിക്കുക, തൻ്റെ വാക്കുകൾക്ക് വില തരുന്ന ഒരു ഭർത്താവാക്കാൻ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കടുകട്ടിയുള്ള ഹൃദയമുള്ള ഭർത്താവാണെങ്കിൽ ശരി, ആ ഹൃദയത്തെ ഒന്ന് മയപ്പെടുത്തി അലിയിച്ച് നമ്മളിലേക്ക് തിരിയാൻ, നമ്മളിലേക്ക് സ്നേഹമുള്ള ആളാകാൻ കാരണമാക്കി തരും. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ ഇസ്മും കൂടെ പറഞ്ഞുതരാം, ഒരു ചെറിയ ഇസ്മ, അതും പതിവാക്കാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടത്തേക്ക് 11 ഭാര്യമാരുണ്ടായിരുന്നു, ഇല്ലേ? ഈ 11 ഭാര്യമാരും മുത്തുനബി തങ്ങളെ വല്ലാതെ മഹബത്ത് വെച്ചിരുന്നു. ഒന്ന് ഹബീബായ നബിതങ്ങൾ പ്രവാചകനാണ്, എന്നാൽ അവർ പ്രവാചകനായതുകൊണ്ടല്ല നബിതങ്ങളെ സ്നേഹിച്ചത്, മറിച്ച് തന്റെ ഭർത്താവ് എന്ന നിലയിലാണ് എന്ത് ചെയ്തത്? മഹദിയായ ഖദീജ ബീവി അടക്കം, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ അടക്കം ഉള്ള മുഴുവൻ പത്നിമാരും മുത്തുനബി തങ്ങളെ സ്നേഹിച്ചിരുന്നത് തന്റെ ഭർത്താവ് എന്ന നിലയിലാണ്. കാരണം ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിൽ അത്ര ക്വാളിറ്റി ഉണ്ടായിരുന്നു. പലപ്പോഴും ഉമ്മമാർ പരാതി പറയുന്നത് തന്നെ സ്നേഹിക്കാത്തതിന്റെ കാരണം മറ്റു സ്ത്രീകളോട്, എനിക്കിപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടായി, പോരായ്മ ഉണ്ടായിട്ട് മറ്റു സ്ത്രീകളോട് എന്തെങ്കിലും ബന്ധമുണ്ടായത് കൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുമായിട്ട് എന്തെങ്കിലും ഉണ്ടായത് കൊണ്ടാണോ ഞങ്ങളെ പരിഗണിക്കാത്തത് എന്ന്, എന്നോടുള്ള ദേഷ്യം എൻ്റെ മക്കളോടും കാണിക്കുന്നതെന്നൊക്കെ പറയാറുണ്ടല്ലോ. പക്ഷെ അത് മാറിക്കിട്ടാനൊക്കെ ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു ചെറിയ ദുആ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഈ പറയുന്ന ദുആ, ഈ എഴുതിയിരിക്കുന്ന ദുആ എന്ത് ചെയ്യാം? നിങ്ങൾ ഇതുപോലെ കൃത്യമായി ഒന്നിക്ക് 313 തവണയോ, ഇനി അത്ര ചൊല്ലാൻ സമയം കിട്ടണില്ല എങ്കിൽ 111 തവണയോ, എത്ര കഴിവിന്റെ പരമാവധി 313 തവണ ചൊല്ലാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അത്ഭുതം കാണാൻ പറ്റും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് വലിയ അത്ഭുതം കാണാൻ കഴിയും ഇൻഷാ അല്ലാഹ്. ഏതാളാണെങ്കിലും ചൊല്ലിക്കോളൂ ഇൻഷാ അല്ലാഹ്. അതുപോലെ അതിന് 313 തവണ ചൊല്ലാൻ പറ്റിയില്ല എങ്കിൽ എന്ത് ചെയ്യുക? 111 തവണ ചൊല്ലാം. എങ്ങനെയാണ് ചൊല്ലേണ്ടത്? യാ അതൂഫ്, യാ അതൂഫ് ദുൽ ഖുവ്വത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ മനസ്സിലായോ? യാ അതൂഫ് ദുൽ ഖുവ്വത്തിൽ മതീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്താണ് എന്റെ അർത്ഥം? ആശയം വരുന്നത് എങ്ങനെ? യാ അതൂഫ്, അല്ലയോ മയം ചെയ്യുന്നവനെ, മയം അല്ലെ കൃപ, മയം ചെയ്യുന്നവനെ,
ദുൽ ഖുവ്വത്തിൽ മത്തീൻ, സർവാധികാരിയായ എല്ലാത്തിനും കഴിവുള്ളവനായ അള്ളാഹുവെ എന്ത് ചെയ്യണം? ഇഅ്തിഫ് അലയ്യ, എൻ്റെ മേൽ നീ മയം ചെയ്യണം, അതായത് എന്നിലേക്ക് നീ എന്ത് ചെയ്യണം? ചായിക്കണം, മയം ചെയ്യിക്കണം. ഖൽബ ഫുലാനിൻ, ഇന്നാൽ ഇന്ന വ്യക്തിയുടെ ഹൃദയത്തെ എന്നിലേക്ക് തിരിക്കണം. ബി റഹ്മത്തിക യാ അർഹമർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കാരുണ്യവാന അള്ളാഹുവെ നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എന്ത് ചെയ്യണം? ഇന്നാൽ ഇന്ന വ്യക്തിയുടെ ഹൃദയത്തെ ഇങ്ങോട്ട് തിരിച്ചു തരണം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്തേ ഉള്ളൂ, അവിടെ ഒരു ഫുലാൻ എന്ന വാക്കില്ലേ, ഇങ്ങനെ ഇഅ്തിഫാലിയ ഖൽബ ഫുലാനിൻ എന്ന് പറഞ്ഞില്ലേ, ഈ ഫുലാന് എന്നതിന് പകരമായിട്ട് നമ്മുടെ ഭർത്താവിന്റെ പേര് ചേർത്ത് കൊടുക്കാം. അവിടെ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ മുഹമ്മദ് എന്നാണ് ഭർത്താവിന്റെ പേര് എങ്കിൽ ഇത് ദ്വാരക്കണ്ട എങ്ങനെ? യാ അതൂഫ് ദുൽ ഖുവ്വത്തിൽ മത്തീൻ ഇഅ്തിഫ് അലയ്യ ഖൽബ മുഹമ്മദിൻ. ആ ഫുലാൻ മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യാം? നമ്മുടെ ഭർത്താവിന്റെ പേര് ചേർത്തു. ഇനി അബ്ദുറഹ്മാൻ എന്നാണ് പേര് എങ്കിൽ എന്ത് ചെയ്യാ? ഇഅ്തിഫ് അലയ്യ ഖൽബ അബ്ദുറഹ്മാനിൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാ? ഇനി വേറെ സലീം എന്നാണ് പേര് എങ്കിൽ ഇഅ്തിഫ് അലയ്യ ഖൽബ സലീമിൻ. ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഭർത്താവിന്റെ പേരെന്താണോ ആ പേര് അവിടെ പറയാം. എന്നിട്ട് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ, അല്ലാഹുവേ നിന്റെ റഹ്മത്ത് കൊണ്ട് സലീം എന്ന എൻ്റെ ഭർത്താവിന്റെ ഹൃദയത്തെ എന്നിലേക്ക് നീ തിരിച്ചു തരണം, മയമുള്ളതാക്കി തരണം. എത്ര കടുകട്ടി ഹൃദയമുള്ള ഭർത്താവാണെങ്കിലും ശരി, എത്ര സ്നേഹമില്ലാത്തവനാണെങ്കിലും ശരി, അത് മാറിയിട്ട് നിങ്ങളോട് വലിയ മഹബ്ബത്തും സ്നേഹവുമുള്ള ഭർത്താവായി മാറുന്നത് കാണാൻ കഴിയും. ഇത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇത് ചെയ്തിരുന്നു മുമ്പ്. അന്ന് ഇത് കണ്ട് ജീവിതത്തിൽ പതിവാക്കിയ ഒരു സഹോദരി പിൽക്കാലത്ത് എന്നെ വിളിച്ചിട്ട് വലിയ സന്തോഷം അറിയിച്ചതുണ്ട്. കുറച്ച് നാൾ മുമ്പാണ് അത് വിളിച്ചിട്ട്, ഞാനത് പതിവാക്കാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എന്റെ വിളിക്കാതിരുന്ന ഭർത്താവ് എന്നെ വിളിച്ചു. കുറെ നാൾ ഗൾഫിലായിരുന്ന ഭർത്താവ് കുറെ നാളായി വിളിക്കാതിരുന്നതാണ്, ഒരു പരിഗണനയിലായിരുന്നു. പക്ഷെ എന്നെ വിളിച്ചു, എന്നോട് സ്നേഹത്തിൽ സംസാരിച്ചു. എന്ന് മാത്രമല്ല, ഇന്ന് അദ്ദേഹം വിളിക്കാത്ത ഒരൊറ്റ ദിവസവുമില്ല. എന്നെ വലിയ കാര്യമാണ്. അതുപോലെ തന്നെ എന്നെ വിസിറ്റിങ്ങിന് വിസ എടുത്തിട്ട് ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പദ്ധതികളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അൽഹംദുലില്ലാ. ഇങ്ങനെ എത്രയോ, കാരണം അവരുടെ കൽബിന്റെ ആ സന്തോഷം മനസ്സിലാക്കണേ. ഇതുപോലെ എത്രയോ ആളുകൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാവും. ഡിവോഴ്സിന്റെ വക്കിലെത്തി, അതായത് പരസ്പരം സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന വിഷയമാണെങ്കിലും അത് ഊതി പെരുപ്പിച്ച് വലുതാക്കിയിട്ട് എന്ത് ചെയ്യുക? ഡിവോഴ്സിന്റെ വക്കിലെത്തിയ, തൊലാഖിന്റെ വക്കിലെത്തിയ ടീമുകൾ. അപ്പൊ അവർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. അവരുടെ കൽബൊന്ന് റാഹത്തായി കിട്ടിയാൽ, ഒന്ന് സമാധാനത്തോടു കൂടി സംസാരിച്ചാൽ തീരാവുന്ന വിഷയം ഉണ്ടാവുള്ളൂ. പരസ്പരം ഒന്ന് അടുത്തിരുന്ന് വിഷയങ്ങൾ സംസാരിച്ചാൽ തീരാവുന്ന വിഷയമേ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുള്ളൂ. അപ്പൊ അതെന്ത് ചെയ്യുക? പരസ്പരം അതിനെന്ത് വേണം? കൽബൊന്ന് മയപ്പെട്ട് കിട്ടണ്ടേ? രണ്ടുപേരും ഇങ്ങനെ കാസിയത്ത് കുലൂബായിട്ട്, അതായത് ഹൃദയം ഇങ്ങനെ കട്ടി പിടിച്ചിരിക്കുന്നവരായിട്ട് നിന്നാൽ ഒരു കാര്യം നടക്കൂല. മറിച്ച് ഹൃദയം സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ, മയമുള്ളതായി കഴിഞ്ഞാൽ, നമുക്ക് പറയാനും കേൾക്കാനും ഒക്കെ ഒരു എന്ത് ചെയ്യും? തോന്നലുണ്ടാവുകയും അല്ലെ അതിനൊരു ചാൻസ് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ഒരു ദുആ പതിവാക്കി എൻ്റെ ഉമ്മമാർ, പ്രിയപ്പെട്ട സഹോദരിമാർ ചൊല്ലുക. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട, എൻ്റെ ഭർത്താവോട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എനിക്ക് ചെലവിന് തരുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, എൻ്റെ മക്കളെ നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെല്ലേണ്ടതില്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ചൊല്ലിക്കോളി, ഭർത്താവിന്റെ സ്നേഹം ഇരട്ടിക്കാൻ കാരണമായി തീരും, ഭർത്താവിന്റെ സ്നേഹം കൂടുതലാകാൻ കാരണമായി തീരും. ഇനി നമ്മളെ പറ്റിച്ചെന്തെങ്കിലും പ്രവർത്തനം ചെയ്യുന്ന ഭർത്താവാണെങ്കിൽ അയാൾ ആ സ്വഭാവം മാറിയിട്ട് കൽബ് നന്നാകാനൊക്കെ അത് കാരണമായി തീരും. അതുപോലെ സ്വഭാവം നന്നാകാനും നമ്മളിലേക്ക് കൂടുതൽ അടുക്കാനും ഒക്കെ കാരണമായി തീരും. അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് കരുതിയിട്ട് ചൊല്ലാതിരിക്കേണ്ട. പക്ഷെ അത് ഏതെങ്കിലും ഒരു സമയത്ത്, കുറഞ്ഞ സമയത്ത് എന്ത് ചെയ്യാം? ഈ ഒരു ദുആ പതിവാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ വദൂദ് എന്ന നാമം, അൽ വദൂദ് അല്ലേ, കേട്ടിട്ടില്ലേ? യാ വദൂദ്, സ്നേഹമുള്ളവനെ എന്നാണ്. സ്നേഹിക്കുന്നവനെ, സ്നേഹമുള്ളവനെ, മഹബത്തുള്ളവനെ എന്നൊക്കെയാണ് അർത്ഥം. ഈ വദൂദ് എന്ന നാമവും 313 തവണ ഒരാൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ അത് ചൊല്ലാം ഇൻഷാ അല്ലാഹ്. നിയ്യത്ത് എന്താവണം? ഇന്നാലിന്ന വ്യക്തി എന്നോട് എന്ത് ചെയ്യണം? കൃപയോടുകൂടി, മഹബത്തോടുകൂടി പെരുമാറണം. ആ ഭർത്താവിന്റെ പേര് മനസ്സിൽ കരുതിക്കൊണ്ട് എന്ത് ചെയ്യുക? എന്റെ ഭർത്താവായ എന്ന വ്യക്തി എന്നോട് മഹബത്തോടുകൂടി പെരുമാറ. ഈ നിയ്യത്ത് വെച്ചുകൊണ്ട് 313 തവണ യാ വദൂദ്, യാ വദൂദ്, യാ വദൂദ് എന്ന ഇസ്മു കൂടി ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും തീർത്തു പെരുമാറട്ടെ. മനസ്സിന്റെ വിഷമങ്ങളൊക്കെ തീർത്ത് സന്തോഷമുള്ള, സമാധാനമുള്ള ജീവിതം അല്ലാഹു നൽകട്ടെ. ഒരുപാട് സഹോദരിമാർക്ക് ആശ്വാസമുള്ള, അവർക്ക് സമാധാനം ലഭിക്കുന്ന ഒരു വീഡിയോ ആണ്, ഒരു വിഷയമാണ്. അതുകൊണ്ട് അവർ ചോദിച്ചതിന് മറുപടി ആയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്തത്. നമ്മുടെ കുടുംബത്തിലും ഒരുപാട് ആളുകൾ ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും, അവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മുടെ എല്ലാ സൽപ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.